കേരളത്തിലെ ആരോഗ്യ മേഖലയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തി രാജ്യത്തിന് തന്നെ മാതൃകയാക്കിയ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ആരോഗ്യ വനിതാ ശിശുക്ഷേമ വികസന വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിനെ വെൽക്കം ചെയ്യുന്നു. ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള യോഗാധ്യക്ഷൻ, പയ്യന്നൂർ നിയോജക മണ്ഡലത്തിന്റെ ജനകീയനായ MLA ശ്രീ ടി.ഐ. മധുസൂദനൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം എല്ലാ ബഹുമാന്യരായിട്ടുള്ള ജനപ്രതിനിധികളും എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞതായിട്ട് കണക്കാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. DMOയും DPMും അതുപോലെ ആർഡർ നോഡൽ ഓഫീസറും നമ്മുടെ സൂപ്രണ്ടും ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ജനകീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നട്ടുച്ച സമയമാണ്. ഇന്ന് നമ്മുടെ പെരിങ്ങോം താലൂക്ക് ആശുപത്രിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന പ്രവർത്തനം അത് യാഥാർത്ഥ്യമായി കൺമുന്നിൽ കാണുമ്പോൾ ഈ ഒരു ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയപൂർവം നന്ദിയും സ്നേഹവും ആദരവും അറിയിക്കുകയാണ്. ഒരു മാധ്യമ കുതന്ത്രത്തിനും സത്യത്തെ മറച്ചിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യ വികസനം നമ്മൾ കൃത്യമായി ആസൂത്രണം ചെയ്തു, കിഫ്ബി ആവിഷ്കരിച്ചു, വിവിധ പദ്ധതികളിലൂടെ ഫണ്ട് അനുവദിച്ചു. അതിന്റെ നല്ല ഉദാഹരണങ്ങൾ നമ്മുടെ നിയമസഭാ മണ്ഡലത്തിൽ തന്നെയുണ്ട്. പയ്യന്നൂരിലെ നമ്മുടെ ആശുപത്രി, പെരിങ്ങോം താലൂക്ക് ആശുപത്രി, ആരോഗ്യ കേന്ദ്രങ്ങൾ, ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രാവിലെ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം രാവിലെ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു. അതിന്റെ ആദ്യഘട്ടം 100 ബെഡുള്ള ആശുപത്രി, താളിയോല ഗ്രന്ഥങ്ങൾ ശേഖരിക്കുന്ന സെന്റർ, ഗവേഷണ കേന്ദ്രം ഉൾപ്പെടെ ആദ്യമായി രാജ്യത്ത്, ലോകത്തിനുള്ള നമ്മുടെ ഒരു സംഭാവനയാണ് രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം. നമ്മുടെ ജില്ലയിലെ തന്നെ എത്ര ആശുപത്രി, കണ്ണൂർ ജില്ലാ ആശുപത്രി പുതിയ കെട്ടിടം സാധ്യമായി. പയ്യന്നൂരിന്റെ കാര്യം പറഞ്ഞു, കൂത്തുപറമ്പ്, ഇപ്പോൾ ഏതാണ്ട് എല്ലാ ആശുപത്രിയിലും, ഇരിട്ടിയിലും പേരാമ്പ്രയിലും നമ്മുടെ ഇരിക്കൂറും ഒക്കെ ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശങ്ങളിലും പുതിയ ആശുപത്രികൾ, പുതിയ കെട്ടിടങ്ങൾ യാഥാർത്ഥ്യം ആയിക്കഴിഞ്ഞു, അല്ലെ ആയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ പെരിങ്ങോം താലൂക്ക് ആശുപത്രി 2023 ബഹുമാനപ്പെട്ട MLAയും ഞാനും അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ജനപ്രതിനിധികളും എല്ലാവരും കൂടി നമ്മളൊരു സന്ദർശനം നടത്തിയിരുന്നു. ഉദ്ഘാടനങ്ങളൊന്നുമില്ല. നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ആശുപത്രികളും എല്ലാ ജനറൽ ആശുപത്രികളും സന്ദർശിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അന്ന് കുറേയേറെ ആളുകൾ ഇവിടെ വന്നിരുന്നു. അപ്പൊ ഈ നാടിന്റെ ആവശ്യങ്ങൾ പറഞ്ഞു. നമ്മൾ അന്ന് ഈ പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്രമായ പരിശ്രമം അതിനു മുൻപും അതിനുശേഷവും നടത്തി. ആ ഇടപെടലുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട MLA വളരെ ശക്തമായിട്ട് അതിൽ ഇടപെട്ടു. അപ്പോൾ അങ്ങനെ ഈ കെട്ടിടം നമുക്ക് യാഥാർത്ഥ്യമാക്കാനായിട്ട് കഴിഞ്ഞു. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. ഈ മലയോര മേഖലയിൽ നമുക്ക് ഡയാലിസിസ് ആരംഭിക്കുന്നതിന് വേണ്ടി 1,70,00,000 രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയാലിസിസ് ഇവിടെ ആരംഭിക്കാനായിട്ട് കഴിയും. പുതിയ തസ്തികകൾ കൂടി ഈ ഘട്ടത്തിൽ ഇവിടെ സൃഷ്ടിക്കുന്നതിന് കഴിഞ്ഞു. അന്ന് ഇവിടെ വന്നപ്പോൾ നമുക്കിവിടെ നേരിട്ട പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇവിടെ ഡോക്ടർമാരെ കൂടുതൽ വേണം എന്നുള്ളതായിരുന്നു. അപ്പോൾ 4 കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസേഴ്സിനെ ഇവിടെ പുതിയ തസ്തിക സൃഷ്ടിച്ചപ്പോൾ പെരിങ്ങോമിന് വേണ്ടി മാത്രമായിട്ട് അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജനറൽ മെഡിസിനിൽ ഒരു ജൂനിയർ കൺസൾട്ടന്റ് തസ്തിക കൂടി അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ 12 പേരായിട്ടുണ്ടാകും ഡോക്ടർമാരുടെ എണ്ണം. നമുക്കൊരു കിടത്തി ചികിത്സ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡോക്ടർമാരുടെ എണ്ണമായിട്ടുണ്ട്. അനുബന്ധമായി കൂടുതൽ സൃഷ്ടിക്കുന്നതിനാണ് നമ്മൾ ശ്രമിക്കുന്നത്. കാരണം നമ്മളിനിയൊരു പയ്യന്നൂരോ അല്ലെങ്കിൽ മറ്റാശുപത്രിയിലേക്ക് എത്തുന്നതിന്
കുറെ ദൂരം സഞ്ചരിച്ചാണ് എത്തേണ്ടതായിട്ടുള്ളത്. അതുകൊണ്ട് ഈ താലൂക്ക് ആശുപത്രിയെ പൂർണ്ണതോതിൽ ഒരു താലൂക്ക് ആശുപത്രിയുടെ നിലയിൽ പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട MLA ഫണ്ടിൽ നിന്ന് 38 ലക്ഷം രൂപ ഫേർണിച്ചറിന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ആകുമ്പോൾ തീർച്ചയായിട്ടും ഒരു നാടിന്റെ സ്വപ്നം, നമ്മുടെ ഈ നാടിന്റെ സ്വപ്നമാണ് ഇവിടെ നല്ലൊരു ആശുപത്രി വരണം. അപ്പൊ ആർദ്ര മിഷന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തത് എന്താണ്? ഇടതുപക്ഷം സർക്കാർ ചെയ്തത് നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ പഞ്ചായത്ത് തലത്തിലുള്ളത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കുകയാണ്. അവിടെ ലാബുകൾ സ്ഥാപിച്ചു. താലൂക്ക് തല ആശുപത്രി മുതൽ സ്പെഷ്യാലിറ്റി ചികിത്സ തുടങ്ങി എല്ലാ താലൂക്ക് ആശുപത്രിയിലും ഡയാലിസിസ് എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. 10 വർഷം മുൻപ് 12 ആശുപത്രിയിലാണ് ഡയാലിസിസ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് 125 ആശുപത്രികളിൽ ഡയാലിസിസ് കേരളത്തിൽ ഉണ്ട്. എന്താണ് അതിന്റെ പ്രസക്തി? ഒരു ഡയാലിസിസ് സ്വകാര്യ മേഖലയിൽ ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 1500 രൂപയാണ് ഏറ്റവും കുറഞ്ഞത്. നമ്മൾ സംസാരിക്കുമ്പോൾ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ 3000 രോഗികൾ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ 3000 രോഗികൾക്ക് ഗുണം 1500, എത്ര കോടി രൂപ അവർക്ക് എല്ലാം കൂടെ കണക്കാക്കുമ്പോൾ ചിലവാകുമായിരുന്നു. നമ്മൾ 1500 രൂപ പോക്കറ്റിൽ വെച്ചുകൊണ്ട് അല്ലല്ലോ, നമ്മളുടെ കാണില്ല ചിലപ്പോ. അപ്പൊ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലുള്ള ഇടപെടലാണ് സർക്കാർ സാധ്യമാക്കുന്നത്. എല്ലാ ജില്ലാ ആശുപത്രികളിലും കാത്ത് ലാബ്, ഹൃദ്രോഗ ചികിത്സാ വിഭാഗം ആരംഭിച്ചു. കേരളത്തിൽ ജില്ലാ ആശുപത്രികളിൽ ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടത്തുന്ന നിലയിലേക്ക് മാറുകയുണ്ടായി. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സ്വകാര്യ മേഖലയിൽ 50-60 ലക്ഷം രൂപയാകുമ്പോൾ സൗജന്യമായി നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ആരംഭിക്കുന്ന സ്ഥിതി ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള ഇത് നമ്മുടെ കൺമുന്നിലുള്ള യാഥാർത്ഥ്യമാണ്, കൺമുന്നിലുള്ള വികസനമാണ്. പയ്യന്നൂർ ആശുപത്രിയുടെ നമ്മുടെ കൺമുന്നിലുള്ള ആയിരുന്നത്. ഞാൻ കഴിഞ്ഞ ഈ നിയമസഭയുടെ ആദ്യ ദിവസങ്ങളിൽ നിയമസഭയിൽ ഞാൻ 2-3 പേപ്പർ കട്ടിങ്ങുകൾ കൊണ്ടുപോയി. അതിലൊന്നിൽ പറയുന്നു 280 ലാബുകൾ, അതായത് രക്തം പരിശോധിക്കുന്ന ലാബുകൾ തുടങ്ങുന്നതിന് അന്നത്തെ സർക്കാർ 10 വർഷം മുൻപുള്ള സർക്കാർ 2011-15-16 കാലഘട്ടത്തിലെ സർക്കാർ ആലോചിച്ചെങ്കിലും അത് നടന്നില്ല. കൊച്ചിൻ ക്യാൻസർ സെന്റർ ആരംഭിക്കാൻ ആലോചിച്ചു, നടന്നില്ല. അപ്പോ ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്? ആ ലാബുകൾ എല്ലായിടത്തും സ്ഥാപിച്ചു. 1300 ആരോഗ്യ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ചു. അതുകൂടാതെയോ ഇന്ന് ഹൃദ്രോഗ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്ത് ലാബുകൾ ജില്ലാ ആശുപത്രികളിൽ സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം മാത്രമേ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആർക്കു വേണ്ടിയിട്ടാണ് കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ സർക്കാർ ആരോഗ്യ മേഖലയെ ആക്രമിക്കുന്നത്? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ കണ്ണിൽ മുമ്പിൽ നോക്കുമ്പോൾ പുതിയ അടിസ്ഥാന സൗകര്യങ്ങളായി, പുതിയ ചികിത്സാ സംവിധാനങ്ങളായി നമ്മുടെ മലബാർ ക്യാൻസർ സെന്റർ തലശ്ശേരിയിൽ റോബോട്ടിക് സർജറി വരെ അവിടെയുണ്ട്. കൂടിയാണ് ഇവിടെ പറയുന്നത്. പുറത്ത് 50-60 ലക്ഷം അതിനു മുകളിലാണ് ആ കാർട്ടി സെൽ തെറാപ്പിക്ക്. ലോകത്തിലെ തന്നെ ഏറ്റവും നൂതനമായ ക്യാൻസർ ചികിത്സകളിൽ ഒന്നാണത്. നമ്മുടെ മലബാർ ക്യാൻസർ സെന്ററിൽ ചെയ്യുന്നുണ്ട്. ഈ രാജ്യത്ത് സർക്കാർ ആശുപത്രികൾ അപൂർവമായി മാത്രമേ ചെയ്യുന്നുള്ളൂ. 1-2 എടുത്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് നമ്മുടെ മലബാർ ക്യാൻസർ സെന്ററിൽ ചെയ്യുന്നുണ്ട്. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ 20-25 ലക്ഷം രൂപയാണ് സ്വകാര്യ ആശുപത്രിയിൽ. കുഞ്ഞുങ്ങൾക്ക് പൂർണ്ണമായി സൗജന്യമായി, BPL വിഭാഗത്തിന് സൗജന്യമായി, കാശ് ഉള്ളവർക്ക് അതിൽ APL വിഭാഗത്തിന് വളരെ മിതമായ നിരക്കിൽ മലബാർ ക്യാൻസർ സെന്ററിൽ ചെയ്യുന്നു. അപ്പൊ ഒരു വർഷം 1600 കോടി രൂപയാണ് സർക്കാർ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. ആ 1600 കോടി രൂപ ഉപയോഗിച്ച് ചികിത്സ തേടുന്ന സാധാരണക്കാരായ മനുഷ്യരെ സർക്കാർ ആശുപത്രികൾ ഉപേക്ഷിച്ച് പുറത്ത് സ്വകാര്യ കുത്തകകളുടെ നിയന്ത്രണത്തിലുള്ള ആശുപത്രികളിലേക്ക് എത്തിക്കുക എന്ന ഗൂഢ ലക്ഷ്യമാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് നാം കാണണം. അല്ലെങ്കിൽ 10 വർഷം മുൻപ് 10 ആശുപത്രികളിൽ 12 ആശുപത്രിയിൽ ഡയാലിസിസ് ഉണ്ടായിരുന്നെങ്കിൽ ഇനി 125 ആശുപത്രികളിൽ ഉണ്ടെങ്കിൽ ആ മുന്നേറ്റം ആരെയാണ് ക്ഷീണിപ്പിക്കുന്നത്? സർക്കാർ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റം ക്ഷീണിപ്പിക്കുന്ന ചിലരുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കേരളത്തിലെ നമ്മൾ പേരുകേട്ട പ്രൈവറ്റ് ആശുപത്രികളൊക്കെ ചില കുത്തകകൾ ഏറ്റെടുത്തു കഴിഞ്ഞു, ആഗോള കുത്തകകൾ. അപ്പൊ അത് കേന്ദ്ര നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യ മേഖല ഓപ്പൺ ചെയ്തു കൊടുത്തു. പ്രൈവറ്റൈസേഷൻ, കൂടുതൽ ആഗോള കുത്തകകൾ കടന്നു വരുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ അത് തുറന്നു കൊടുത്തു. നയത്തിൽ വ്യത്യാസമുണ്ടാക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ മുഴുവൻ ഇതുണ്ട്. പക്ഷേ കേരളത്തിന് പുറത്ത് ഒരു ബെഡിന് 1.5 കോടി രൂപയാണ് നിക്ഷേപം. ഒരു ബെഡിന് 1.5 കോടി രൂപയാണ് ഈ കുത്തകൾ നിക്ഷേപിച്ചിരിക്കുന്നത്. കേരളത്തിൽ
ആ 1.5 കോടിയുടെ സ്ഥാനത്ത് അവർ 2.5 കോടിയാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്നത് നമ്മൾ യൂട്യൂബിൽ നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഡോക്ടർ കൈമൾ എന്ന് പറഞ്ഞൊരു ഡോക്ടർ ഉണ്ട്. അദ്ദേഹമൊക്കെ ഉൾപ്പെടെ ഇതിനെക്കുറിച്ച് തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഈ ആഗോള കുത്തകകൾ അവിടെ വിദേശ രാജ്യങ്ങളിൽ ആശുപത്രികൾ നടക്കുന്നവരല്ല, മറിച്ച് മരുന്ന് കമ്പനികൾ നടത്തുന്നവരാണ്. മരുന്ന് കമ്പനികൾ നടത്തുന്നവർ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ 80-90% ഷെയർ എടുത്തിരിക്കുന്നു. അപകടകരമായിട്ടുള്ള സ്ഥിതിയാണ്. അപ്പൊ അവർക്ക് ഈസി ആയിട്ട് സാധിക്കുന്നതാണ് സർക്കാർ ആരോഗ്യ മേഖലയെ തകർക്കുക എന്നുള്ളത്. ഈ പെരിങ്ങോമിൽ പൂർത്തിയായ നമ്മുടെ താലൂക്ക് ആശുപത്രിയുടെ, നമ്മുടെ പഴയ താലൂക്ക് ആശുപത്രിയും പുതിയ താലൂക്ക് ആശുപത്രിയും ഒന്ന് ആലോചിച്ചു നോക്കിയാണ്. ഈ താലൂക്ക് ആശുപത്രിയുടെ മുന്നിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് പറയാം, കേരളത്തിലെ സർക്കാർ ആരോഗ്യ സംവിധാനത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളെയും നമ്മൾ ചെറുക്കും. സർക്കാർ ആരോഗ്യ മേഖലയെ തകർത്ത് സാധാരണക്കാരെ ഈ പറയുന്നവരുടെ കാലത്തെ പോലെ നിസ്സഹായരാക്കി നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഉദ്ദേശമെങ്കിൽ അത് നടപ്പിലാവില്ല, നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് കാര്യം സംസാരിക്കുന്നതിന് വേണ്ടിയുണ്ട്. പക്ഷെ എനിക്കിനി പുഴാതിയിൽ പോകണം. അതിന് ശേഷം തിരിച്ച് പോകേണ്ടതായിട്ട് ഉള്ളതും ട്രെയിനിലായതുകൊണ്ട് ആ സമയം പാലിക്കേണ്ടതുള്ളത് കൊണ്ടും കൂടി വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സത്യം ജയിക്കും, സത്യം മാത്രമേ ജയിക്കുകയുള്ളൂ. അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്, ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന കാര്യമാണ്. ഇപ്പോൾ ജനങ്ങളുടെ ചുവരെഴുത്തുകൾ വന്നു തുടങ്ങി സമൂഹ മാധ്യമങ്ങളിൽ. കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ അനിൽകുമാർ എന്ന അദ്ദേഹം എഴുതിയൊരു കാര്യമുണ്ട്. അത് ഞാൻ എൻ്റെ പേജിലെടുത്ത് ഡോക്ടർ SIT-യിലെ ഡോക്ടർ ബിന്ദു സൂപ്രണ്ട് അയച്ചത് അതുകൂടി പറഞ്ഞതിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകൾ ഗർഭിണിയായിട്ട് തൊട്ടടുത്തുള്ള പ്രൈവറ്റ് ആശുപത്രിയിൽ പോകണമെന്ന് മകൾക്ക് ആഗ്രഹം. ഞാനും ഭാര്യയും നോ പറഞ്ഞില്ലാകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ 2-3 ആഴ്ച മുമ്പ് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ആശുപത്രിയിൽ കൊണ്ടുവന്നു. ഡോക്ടർ നോക്കിയിട്ട് ഒരു ദിവസം അവിടെ ഒബ്സർവേഷനിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു ഒരു കുഴപ്പമില്ല, വീട്ടിൽ പോയിട്ട് വന്നാൽ മതി. അവർക്കൊരു അപ്പോൾ ഇപ്പോൾ ഈ സിസേറിയൻ നടത്തണമെന്ന് പറഞ്ഞെടുത്ത് SIT ചെന്നപ്പോൾ ഡോക്ടർ പറയുകയാണ് വേണ്ട, വീട്ടിൽ പോയിട്ട് വന്നാൽ മതി. അപ്പോൾ അവരത് കേട്ടു. അവസാന ആഴ്ചകളാവുമ്പോൾ ചെറിയ ദിവസങ്ങളുടെ ഇടവേളകളിൽ ഡോക്ടറെ കാണുമല്ലോ. അങ്ങനെ വീണ്ടും ഡോക്ടറെ കണ്ടു. ഇത് കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടി, ആ അച്ഛൻ്റെ മകൾ പ്രസവിച്ചു. 2 കുഞ്ഞുങ്ങൾ, അമ്മയും മക്കളും സുഖമായിട്ടിരിക്കുന്നു. ആ എഴുത്തിന്റെ അവസാനം അച്ഛൻ എഴുതിയ ഒരു കാര്യമുണ്ട്. എനിക്കിപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ അവിടെ സിസേറിയൻ നടത്തണം എന്നുള്ളത് പറഞ്ഞു. സിസേറിയൻ നടത്താൻ അതിന് ലക്ഷങ്ങൾ. ഈ കുഞ്ഞുങ്ങളെ ഇൻക്യുബേറ്റ് ചെയ്തിട്ട് അവർക്ക് അതിനുള്ള ചികിത്സ കൊടുക്കണമെങ്കിൽ, കെയർ കൊടുക്കണമെങ്കിൽ അതിന് ഒരു ദിവസം ഇത്ര ലക്ഷം വീതം, 2 കുഞ്ഞുങ്ങൾ. അപ്പൊ എത്ര ദിവസം? ഇത്രയും അധികം ലക്ഷങ്ങൾ ഈടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് എന്നെനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെ സർക്കാർ ആരോഗ്യ സംവിധാനം, സർക്കാർ ആശുപത്രിയിലോ എന്ന് ചോദിക്കുന്നവരോട് എൻ്റെ ഉത്തരം ഇതാണ് എന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് നമ്മൾ തോറ്റുകൊടുക്കില്ല എന്നുള്ളത് മാത്രമല്ല, കൂടുതൽ 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 ശക്തമായി പ്രവർത്തിക്കും എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ, ഇന്ന് കണ്ണൂർ ജില്ലയിൽ ഞാനവിടെ ആയുർവേദ ആശുപത്രിയുടെ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തിന് ഞാനതിന് മറുപടി പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഈ ഇവിടുന്ന് എടുത്തു ചാടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം പറയട്ടെ, അടുത്ത 5 വർഷവും നിങ്ങളുടെ കൊടിയുടെ നിറം അന്ന് തന്നെ ആയിരിക്കും എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അതോടൊപ്പം നമ്മുടെ പെരിങ്ങോം താലൂക്ക് ആശുപത്രി നമുക്ക് ഒന്നിച്ച് ചേർന്ന് ബഹുമാനപ്പെട്ട MLA ഇവിടെ ഉണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാ ജനപ്രതിനിധികളും ഉണ്ട്. എല്ലാവരും ഇതിൽ പങ്കാളികളാണ് കേട്ടോ. അന്ന് നമ്മൾ ഒന്നിച്ചല്ലേ വന്നത് ഇവിടെ 2023. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് ചേർന്നുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് നാടിനെ സമർപ്പിക്കുന്നതായി അറിയിച്ചുകൊള്ളുന്നു.